ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമഭാവനയും കഠിനാധ്വാനത്തിന്റെ നൂറുമേനിയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഒളിമങ്ങാത്ത ഗ്രാമവിശുദ്ധിയും തുടങ്ങിയ അതിസുന്ദരമായ നാട്. പക്ഷേ ആ നാടിന് ചേർന്നതല്ല ഈ ഇരിക്കുന്ന ആളുകളുടെ ദുരാനുഭവം. ഈ ഇരിക്കുന്ന ആളുകളുടെ ദുരാനുഭവം പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ നാടിനെ ഒട്ടും ചേർന്നതല്ല. ഞാനും പാലക്കാരനാണ്. എൻ്റെ കരുതോടിയിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയുണ്ടായി. നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഏതാനും വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ മച്യൂരിറ്റി ആയി കഴിഞ്ഞിട്ടും ഒരു പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ പൈസ തിരിച്ചു തരാൻ അവർ മടി കാണിക്കുന്നു. പൈസ തരാനില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോ മാസവും തുച്ഛമായ പൈസ മാത്രം അവർ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡിപ്പോസിറ്റിൻ്റെ മെയിൻ ഭാഗവും നമ്മുടെ ഇൻട്രസ്റ്റും അവർ തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എപ്പോൾ തരുമെന്ന് ഒരു ഉറപ്പ് പറയാനും. അപ്പോൾ എന്താണ് ലൂപ്പ് കോഴ്സ് പറയുന്നത്? ലൂപ്പ് കോഴ്സ് പറയുന്നത് എന്താണ്? ഈ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ മറ്റു പല വഴികളിൽ കൂടിയും മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം പലരും ഈ തൻ്റെ സ്ഥലമൊക്കെ കുറെ വില കൂട്ടി കാണിച്ച് ലോൺ എടുക്കുകയും അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതുകൊണ്ടാണ് നമ്മളെയൊക്കെ നിക്ഷേപം തിരിച്ചു തരാൻ സാധിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്, നമ്മുടെ ബാങ്ക് വളരെയേറെ കൊട്ടിഘോഷിച്ച ഒരു ബാങ്കിൽ നിന്നും ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് സാറ് ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ബാങ്ക് എന്ന നിലയിലാണ് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. അത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഉറപ്പൊക്കെ മറികടന്ന് ഈ നിക്ഷേപങ്ങളിലൊക്കെ അത് സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം നമുക്കാർക്കും ഈ പറയുന്നത് പോലെ പൈസ തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഗ്യാരണ്ടി പാലിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. സെക്കൻഡായിട്ട് ഒരു ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ FD ഉണ്ടെങ്കിൽ അവരറിയാതെ തന്നെ അവരുടെ മറ്റുള്ള ആൾക്കാർക്ക് അത് ഈട് വെച്ചുകൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്ത കേസുകളുണ്ട്. പിന്നെ വാല്യുവേഷൻ്റെ ഇഷ്യൂ ഇവിടെ ഓൾറെഡി പറഞ്ഞു. അതായത് 100 രൂപ കിട്ടേണ്ട സാധനത്തിന് 1000 രൂപ കാണിച്ചുകൊണ്ട് അപ്പോൾ 500, 600, 700 രൂപ ആ ലെവൽ ആ പെർസെൻറ്റേജിലുള്ള ലോണുകളാണ് കൊടുത്തത്. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് റിക്കവറിയോടുകൂടി ഈ നമുക്ക് ഡിപ്പോസിറ്റുകൾ തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് സപ്പോർട്ടോ എന്തെങ്കിലും, അതല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് ഏത് ബാങ്കിൽ നിന്നാണ് പൈസ കിട്ടുന്നത്? എനിക്ക് കിട്ടാനുള്ളത് കർണാടക ബാങ്കിൽ നിന്നാണ്. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം ദുരവസ്ഥയാണ്. അതായത് മുൻകാലങ്ങളിൽ നമുക്കറിയാം കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് കോടികൾ കുടിശ്ശികയുള്ള മുതലാളിമാർ തന്നെയാണ് അവരുടെ കടകൾ തന്നെയാണ് അന്നും എഴുതി തള്ളിയിട്ടുള്ളത്. അന്ന് കത്തി ശീലിച്ചവന്മാർ തന്നെയാണ് ഇന്നും ബാങ്കിൽ നിന്നും കോടികൾ പൈസ എടുത്തിട്ട് എങ്ങനെയാണ് ഈ ബാങ്കിൽ പൈസ ഇടാൻ ഇടയായത്? ഞാനൊരു കുറച്ചു കാലം പുറത്ത് ജോലി ചെയ്ത ആളാണ്. അപ്പം വിദേശത്ത് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ നമ്മൾ കാലാകാലങ്ങളിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. എത്രയോളം രൂപയുണ്ട്? എത്രത്തോളം രൂപയുണ്ട്? ഒരു 30 ലക്ഷം രൂപയ്ക്ക് മേലെയുണ്ട്. ബാക്കി പറഞ്ഞോളൂ. അപ്പോൾ തീർച്ചയായിട്ടും 2023 സെപ്റ്റംബർ മാസം തൊട്ട് പറയാം, അന്ന് തൊട്ട് നമുക്ക് യാതൊരു ആവശ്യങ്ങൾക്കും പൈസ കിട്ടാറില്ല. നമ്മൾ ബേബിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിച്ചച്ചട്ടിയായിട്ട് നടക്കുന്ന പോലെ നമ്മൾ ഡെയിലി അവിടെ ചെന്ന് നമ്മൾ മാസം 2 തവണയായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഇരക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പൈസകൾ എവിടെ പോകുന്നു എന്നും അറിയത്തില്ല. ഇവര് പറയുന്നുണ്ട്, പക്ഷെ ഈ പൈസ മറുവശം പോകുന്നുണ്ട്. അവരുടെ ആൾക്കാർക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ആവശ്യത്തിന് ബാങ്കിൽ ചെല്ലുമ്പോൾ ഇവരുടെ കാല് പിടിച്ച് അയ്യോ തരാവേ എന്ന് ചോദിക്കുന്ന അവസ്ഥ, അത് എത്ര കഷ്ടമാണ്. അതേടാ, നമുക്ക് ആരോട് പറയാൻ പറ്റും? ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഒരു മന്ത്രി പെണ്ണ് പിടിച്ചാൽ MLAക്ക് വെളികേസ് ഉണ്ടായാൽ അത് കൊട്ടിക്കാൻ ചാനലുകാരുണ്ട്. പക്ഷേ പാവപ്പെട്ട ഈ 10,000-കണക്കിന് അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമം, അതായത് വാർത്താമലയാളം ന്യൂസ് ചാനൽ നിങ്ങളുടെ റിലേ സത്യാഗ്രഹം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഞങ്ങളോടുള്ള സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആവിയായി പോകുന്ന നീരാവി മഴയായി പെയ്യാറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ആവിയായി പോയിരിക്കുന്ന ഓരോ നിക്ഷേപങ്ങളും ഒരു കാലത്ത് പെയ്തിറങ്ങും. ചേട്ടൻ അങ്ങോട്ട് നോക്കി. ചേട്ടാ ഒരു സെക്കൻഡ്, ചേട്ടൻ അങ്ങോട്ട് നോക്കി. കുരിശുപള്ളി മാതാവിന്റെ മുമ്പിൽ നിന്ന് കുട്ടികൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? ആ ദൃശ്യങ്ങൾ
നമുക്ക് കാണാൻ സാധിക്കും. അതേ കുരിശുപള്ളിക്ക് തൊട്ടരികിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്, നിങ്ങളുടെ കണ്ണീരൊഴുക്കുകയാണ് അല്ലെ. 1-2 ലക്ഷമല്ല, ആവർത്തിച്ച് പറയുകയാണ്, ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ടവരാണ് നിങ്ങളൊക്കെ. ഈ കുരിശുപള്ളിയുടെ മുമ്പിൽ പാലക്കാർ ഒത്തുകൂടുന്നത് സാധാരണ ജൂബിലി തിരുനാളിനനുബന്ധിച്ച് മാത്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സാധുക്കളെ ഇവിടെ ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് നമുക്ക് അവസരം ദൗർഭാഗ്യം ഒരുക്കിത്തന്ന നമ്മുടെ ഭരണാധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ നമ്മുടെ നിക്ഷേപങ്ങൾ ഒരു കാലത്ത് ഇവിടെ പെയ്തിറങ്ങി പെരുമഴയായിട്ട് വന്ന് കടലായിട്ട് ഇവിടെ ഓരോ ബാങ്കുകളിലും കുമിഞ്ഞുകൂടും. അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് മാത്രം പറയുന്നു. പ്രത്യേക സംവാദ പരിപാടി തുടരുകയാണ്. സ്നേഹമുള്ളവരെ, സഹകരണ ബാങ്കിന്റെ അഴിമതിക്കെതിരെ നടത്തുന്ന റിലയൻസ് സത്യാഗ്രഹത്തിൽ വാർത്താമലയാളം ന്യൂസിന്റെ പ്രത്യേക സംവാദ പരിപാടി തുടരുകയാണ്. എന്നോടൊപ്പം പൊതുപ്രവർത്തകൻ ജോയി കളരിക്കൽ പറഞ്ഞു. ബാങ്ക് എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏകകക്ഷി പാനൽ എവിടെ വിജയിക്കുന്നു അവിടെ ആ ദുരിതങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ബാങ്ക് പ്രസിഡന്റിന്റെ ഏറെ മൂളികളായി ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഇരിക്കുന്നു. ഒരു ക്രമബദ്ധമായി ഒരു നടപടി ഉണ്ടാവും. ലോൺ അനുവദിച്ചാൽ അത് തെറ്റാണ്, അനുവദിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർജവമുള്ള ഒരൊറ്റ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ആ സമിതിയിൽ ഇല്ല, അല്ല ഭരണസമിതിയിൽ ഇല്ല. അതിന്റെ ഉണ്ടാകുന്ന ദുരന്ത ഫലങ്ങളാണ് ഇന്ന് കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബാങ്കുകളുടെ തകർച്ചയും ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണം ഞങ്ങൾ കണ്ടെത്തുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ, പക്ഷെ എന്നും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അല്ലെ? ഞങ്ങൾ ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം പറയാം. അതായത് ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഞങ്ങൾ മന്ത്രിയുടെ അടുത്ത് വരുന്ന മന്ത്രി പറഞ്ഞു നിങ്ങൾ പൈസ ഇട്ട് ബാങ്കിൽ പോയി ചോദിക്കാനാണ്. അപ്പോൾ ഈ മന്ത്രിയൊക്കെ അംഗീകരിച്ചു കൊടുക്കരുത്. ഇല്ല, മന്ത്രിയൊക്കെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ, തൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രശ്നം ഉണ്ടായാൽ മന്ത്രി അത് ഇടപെട്ട് അത് ഒന്നെങ്കിൽ അന്വേഷിക്കണം. അന്വേഷിച്ച് അഴിമതി ചെയ്ത ആളുകൾ ഉദ്യോഗസ്ഥന്മാർ ഡയറക്ടറോട് അംഗങ്ങളെയും അന്വേഷിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ സ്വത്ത് കണ്ടുകെട്ടി. ഒരു കാര്യമില്ല സാറേ, അല്ല അതുപോലെ ചെയ്യാൻ പറ്റും. പറഞ്ഞാണ് സാറേ, ഒരു ചുരുങ്ങിയ കാലയളവ് ഉള്ളല്ലോ ഇലക്ഷൻ. അല്ല അതല്ല ഞാൻ പറഞ്ഞത്. ഒരു എന്നാലും ഇലക്ഷൻ കഴിഞ്ഞൊന്നും ഇരിക്കട്ടെ, പെട്ടെന്ന് ഇതൊരു ഇല്ലല്ല, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാൻ. അതേസമയം ജയിലിൽ പോകുന്ന ഒരു അവസ്ഥ വന്നാൽ തന്നെ അവർ പൈസ അടയ്ക്കും. പക്ഷെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ സഹകരണ മുമ്പിൽ ഞങ്ങളൊരു സമരം നടത്തിയിരുന്നുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഒന്നുകൂടെ നടത്തും. അതുപോലെ തന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇടത് വലത് പാർട്ടികളാണ് ഈ സംഭവം മുച്ചൂടും ഇരിക്കുന്നത്. അപ്പോൾ അവർ ഇലക്ഷന് വോട്ട് ചോദിച്ച് വരുമ്പോഴത്തേന് ഞങ്ങൾ കല്ല് പെറുക്കി എറിയും. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.